സുഹൃത്തുക്കളെ, വളരെ ദുഃഖത്തോടെയാണ് ഇങ്ങനൊരു വീഡിയോ ചേരുന്നത്. കാരണം നിങ്ങളെല്ലാവരും കേട്ട് കാണും, കഴിഞ്ഞ ദിവസം അമ്പൂരി കുറച്ച് കൂട്ടുകാർ ചേർന്ന് കുളിക്കാൻ പോയൊരു പയ്യൻ മരിച്ചെന്ന് പറഞ്ഞത്, കുളത്തിൽ മുങ്ങി മരിച്ചെന്ന് പറഞ്ഞത് എൻ്റെ ഒരു കസിനാണ്, ഒരു അനിയനാണ് അവൻ. അപ്പം ഭയങ്കര അത് കേട്ടപ്പോൾ തൊട്ട് ഭയങ്കര വിഷമമായിപ്പോൾ ഞാൻ മൊത്തത്തിൽ ഡൗണാണ്. കാരണം അവനെ കഴിഞ്ഞ ആഴ്ചയും കൂടെ ഞാൻ കണ്ടതേ ഉള്ളൂ. എൻ്റെ കസിൻ്റെ കല്യാണമായിട്ട് വന്നപ്പം എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ കണ്ടാലും ഭയങ്കര കാര്യമാണ്. ഞങ്ങൾ വേളി സ്വദേശിയാണ് അവൻ, എല്ലാവരും ഒരുമിച്ചാണ്. അപ്പം ഞങ്ങളൊരു അനിയൻ പയ്യനും കൂടെയാണ് അവൻ. വളരെ ദുഃഖകരമായ ഒരു കാര്യമായിരുന്നു ഞാനിങ്ങനെ അറിഞ്ഞത്. പയ്യന്മാരെല്ലാവരും കൂടെ ചേർന്ന് അമ്പൂരിയിൽ കുളിക്കാൻ പോകുന്ന സമയത്തായിരുന്നു പയ്യൻ മുങ്ങി മരിച്ചത്. എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. ഭയങ്കര വിഷമമായി. ഇപ്പോൾ ഇത് കേട്ടതിന് ശേഷം തൊട്ട് ഭയങ്കര വിഷമമാണ്. അപ്പം ഞാൻ ഇതിപ്പോൾ പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ, ദൈവത്തെ ഓർത്ത് ആരും വീട്ടിൽ പറയാണ്ട് അല്ലാണ്ട് കൂട്ടുകാരൊക്കെ ചേർന്ന് പോണതൊക്കെ കൊള്ളാം, പക്ഷേ കുളത്തിലും പുഴയിലും കടലിലും ഒന്നും ഇറങ്ങരുത്. ഈ പാറയുടെ മണ്ടേ വലിഞ്ഞിറക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യരുത്. വീട്ടുകാരെ വേദനിപ്പിക്കാത്ത അവസ്ഥയിലൊന്നും ആരും ചെന്ന് പോകരുത്. പൊയ്ക്കോ, പയ്യന്മാരായിട്ടൊക്കെ പൊയ്ക്കോ. പക്ഷേ എവിടെ പോയാലും പറയണതെന്ന് വെച്ചാൽ വീട്ടുകാരെ വിഷമിപ്പിക്കാണ്ട് എവിടെയാണെന്ന് വെച്ചാൽ പോയിട്ട് കറക്റ്റ് അതുപോലെ വരിക. ഈ വെള്ളച്ചാട്ടം, കടലിൽ, കുളത്തിലൊന്നും പോയി ദൈവത്തെ ഓർത്ത് ആരും കുളിക്കാനായിട്ടോ ഒന്നിനും ഇറങ്ങരുത്. എൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരും എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയണം. അപ്പം നമുക്കിപ്പോൾ വന്ന ഒരവസ്ഥ വേറെ ആർക്കും വരരുത്, മനസ്സിലായോ? ഈ ഒരു അവസ്ഥ വേറെ ആർക്കും വരരുത്. പക്ഷേ പോയപ്പോൾ ആർക്ക് പോയി? ആ വീട്ടുകാർക്ക് പോയി. അവനൊരു അനിയനും കൂടെ ഉണ്ട്. പാവം, അവൻ ഭയങ്കര വിഷമത്തിലൊക്കെയാണ്. എല്ലാവരും മൊത്തത്തിൽ പൊതുവെ വിഷമത്തിലൊക്കെ എഴുതുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഇതിപ്പോൾ പറയാൻ വേണ്ടി കാരണം എന്ന് പറഞ്ഞാൽ, നാളെ ഒരു സമയത്ത് ഈ ഗതി വേറെ ആർക്കും വരരുത്. എന്നുവെച്ചാൽ നിങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടൊക്കെ പോയാലും ഇവിടെ ഫ്രണ്ട്സായിട്ട് പോയി വെക്കാം. ഞാനും പോകുന്നവനാണ്. ഞാനും പലയിടത്ത് വെച്ച് ഞാനും കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ കണ്ടൻറ് എടുക്കാൻ, ഞാൻ ഡാൻസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ സ്ട്രീറ്റിലാണ് പകുതി പരിപാടി. അപ്പം നമ്മളിങ്ങനെ ഓരോ സൈഡിലോട്ട് പോകുമ്പോഴും കുറച്ച് മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ കുളിക്കാനും എല്ലാം ഇറങ്ങണം നമ്മളും കണ്ടിട്ടുണ്ട്. എനിക്ക് ഈ വാർത്ത കേട്ടപ്പോൾ തൊട്ട് ഞാൻ ഷോക്കാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പുറത്ത് നിന്ന സമയത്താണ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞത്. എൻ്റെ കസിൻ ചേച്ചിയാണ് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ പരിച്ച് ഇങ്ങനെയാണ് അവരെല്ലാവരും കൂടെ ചേർന്ന് കുളിക്കാൻ പോയാണ്, അമ്പൂരിയിലാണ് പോയത്. അപ്പം നിങ്ങളിന്ന് ഇപ്പം രാവിലെ ഇൻസ്റ്റഗ്രാമിലെല്ലാം പല സോഷ്യൽ മീഡിയ പേജുകളിലും വന്നിട്ടുണ്ടായിരുന്നു, വേളി സ്വദേശി ആദിത്യനാണ് മരിച്ചത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഇവിടെ കേൾപ്പിച്ചു തരാം ആ റീല്. അമ്പൂരിയിൽ വെള്ളത്തിൽ വീണ് വിദ്യാർത്ഥി മരിച്ചു. വേളി സ്വദേശി ആദിത്യനാണ് മരിച്ചത്. ചാക്ക ITIയിലെ വിദ്യാർത്ഥിയാണ്. ഇന്ന് വൈകിട്ടാണ് അപകടമുണ്ടാകുന്നത്. 8 വിദ്യാർത്ഥികൾ അമ്പൂരിയിലെ ഒരു വെള്ളച്ചാട്ടത്തിൽ വന്നതാണ് വൈകുന്നേരം. ഈ ഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥിയാണ് അപകടത്തിൽ പെട്ടത്. അതായത് ITI വിദ്യാർത്ഥിയായിട്ടുള്ള ആദിത്യനാണ് മരിച്ചത്. തിരുവനന്തപുരം വേളി സ്വദേശിയാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ ഇപ്പോഴും പറയുകയാണ്, അനിയന്മാരായാലും അനിയത്തിമാരായാലും ചേച്ചിമാരായാലും ചേട്ടന്മാരായിരുന്നാലും എല്ലാവരായിരുന്നാലും നീന്താൻ അറിഞ്ഞുകൂടാതെ ആരും ഒരു കുളത്തിലോ ഒന്നിലും പോയി ഇറങ്ങും. എനിക്ക് നീന്താൻ പോലും അറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ ഒരു കുളത്തിലും ഇറങ്ങത്തില്ല. അത് എൻ്റെ വീട്ടുകാരെപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മക്കളെ, കുളവും കായലും കടലിലും ഒന്നും ചെന്ന് ഇറങ്ങരുത്. എന്തിനും നമ്മൾ പറയാം, അമ്മ ഞാൻ അങ്ങനെയൊന്നും നമ്മൾ പോയി ഇറങ്ങില്ല, നമ്മൾ പോകണമെങ്കിൽ സ്വിമ്മിംഗ് പൂളിലേ പോകാം. അവർക്ക് അതും പേടിയാണ് സ്വിമ്മിംഗ് പൂളിൽ ചെന്ന് ഇറങ്ങണത്. അപ്പം ദൈവത്തെ ഓർത്ത് പയ്യന്മാരായിട്ടൊക്കെ കറങ്ങാൻ പോകണം. പിള്ളേരുടെ അടുത്ത് എനിക്ക് ഒരു കാര്യം പറയുള്ളൂ, നിങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ട് പോണത് വല്ല കറങ്ങാനൊക്കെ പൊയ്ക്കോ, ഫുഡ് അടിക്കാനൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ പൊയ്ക്കോ. പക്ഷേ ദൈവത്തെ ഓർത്ത് ഇപ്പോഴും പറയണം, കുളങ്ങളിലോ കടലിലോ ഒന്നിലും ചെന്ന് വെള്ളത്തിൽ നീന്താൻ അറിഞ്ഞുകൂടാതെ ചെന്ന് ഇറങ്ങരുത് പ്ലീസ്. അറിയാമല്ലോ, ഒന്നാം സമയത്ത് ഒഴുക്കാണ്, മഴയൊക്കെ ഇപ്പോൾ തോന്നി നിൽക്കണം എന്നാണ് പറയാം. പക്ഷേ മഴ സമയത്തുള്ള ഒഴുക്ക് മൊത്തം ഉണ്ട്, അടിയൊഴുക്കുണ്ടെങ്കിൽ പെടും. അതുകൊണ്ട് എല്ലാവരും മാക്സിമം സൂക്ഷിക്കുക. പോകുമ്പോൾ ആർക്ക് പോകും, വീട്ടുകാർക്കേ നഷ്ടമാവുള്ളൂ, മനസ്സിലായോ? അപ്പം നമുക്ക് വേണ്ടിയാണ് നമ്മളെ വീട്ടുകാർ ജീവിക്കുന്നത്. എനിക്ക് ഇത്രേ പറയുള്ളൂ. എനിക്കാണെങ്കിൽ ഒന്നും പറയാനും വരുന്നില്ല. കാര്യം പറഞ്ഞാൽ ഇന്നത്തെ അവിടെ ചെന്ന് നിന്നപ്പോൾ ഉള്ള സിറ്റുവേഷൻ ആലോചിച്ചപ്പോൾ എനിക്ക് തന്നെ മൊത്തത്തിൽ ഇതായി. എനിക്ക് ഭയങ്കര കാര്യമാണ്. അവൻ എൻ്റെ അടുത്ത് ചേട്ടാ ഓടി വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ചേട്ടാ വീഡിയോ ഉണ്ടായാലും അപ്പോൾ ഒന്ന് പറയാം, ചേട്ടാ വീഡിയോ ഒക്കെ ഉള്ള ഡാൻസ് സൂപ്പറായിരുന്നു. പോയപ്പോൾ അവൻ പോയി. കഴിഞ്ഞ ആഴ്ചയും കൂടെ കണ്ടതേ ഉള്ളൂ. അതാണ് എനിക്ക് ഇത്ര വിഷമമായിപ്പോയത്. കല്യാണത്തിന്, എൻ്റെ കസിൻ്റെ ചേച്ചി കല്യാണത്തിന് വന്നപ്പോഴും അവനെ കണ്ടതാണ്. മുഖ്യ പയ്യന്മാരൊക്കെ ആയിട്ട് കൂട്ടും വേണം, കറക്കവും എല്ലാം വേണം. പക്ഷേ അറിഞ്ഞുകൂടാത്ത സ്ഥലങ്ങളാണെങ്കിൽ ആരും പോയി ഇറങ്ങില്ല. എന്ന് വെച്ചാൽ ആളും പേര് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ കുളിക്കാനൊക്കെ ഇറങ്ങി ഇവിടെ നിന്ന് അടുത്തൊക്കെ നിന്ന് ഇറങ്ങി കുളി. ഇതാ അമ്പൂരി എന്നൊക്കെ പറഞ്ഞാൽ അടുത്തപ്പുറപ്പുറം ആൾക്കാരൊന്നുമില്ല. 2-3 ദൂരം ഓടി ചെന്നിട്ട് ആൾക്കാരുണ്ട്, വിളിച്ച് വരുത്തണം എന്തെങ്കിലുമൊക്കെ പറ്റി പോയി കഴിഞ്ഞാൽ. മനസ്സിലായി, കൂട്ടത്തിൽ നീന്താൻ അറിഞ്ഞുണ്ടെങ്കിൽ പ്രത്യേകിച്ച്. ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, ബൈ.